തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അതൊരു കൂട്ടം ആളുകളുടെ ഇഷ്ടക്കേടിന് കാരണമായാൽ അയാൾ നേരിടുന്ന സൈബർ ആക്രമണം വളരെ വലുതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്. ശ്രീ ഗോപിനാഥ്, താങ്കളോടാണ് എന്റെ ചോദ്യം. താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പൊതുവികാരത്തെ ആദരിക്കാൻ ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. ആ പൊതുവികാരത്തിനെതിരെ നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അത് സമൂഹത്തിന്റെ ഒരു സ്വയം പ്രതിരോധമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്റെ അഭിപ്രായം പറയാൻ പോലും പേടിയാണ്. അതങ്ങനെ കാണേണ്ടതില്ല, അതങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടില് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗോപിനാഥ്, ഒരു നിമിഷം. അനാവശ്യമായ പ്രശ്നങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ പ്രശ്നത്തെ ചെറുതായി കാണരുത്. പുസ്തകത്തിൽ നിന്ന് തലയുയർത്തി നോക്കണം മിസ്റ്റർ. എന്റെ പുസ്തകങ്ങളല്ല നിങ്ങളുടെ തലയ്ക്കകത്തുള്ള കാര്യങ്ങളാണ് മാറ്റേണ്ടത്. നിങ്ങൾ ഒരു വൈറസ് പോലെയാണ്. വൈറസോ? ആരോടോ വൈറസ്? എന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റ നിങ്ങളുടെ വീട്ടിൽ പോയി സംസാരിച്ചാൽ മതി. എന്റെ നേരെ വരാൻ നിൽക്കണ്ട. താങ്കളെ പോലെ ഒരു മുൻചുണ്ടിക്കാരനല്ല ഞാൻ. ചർച്ചയുടെ അല്പം ചൂട് പിടിച്ചിരിക്കുകയാണ്. മിസ്റ്റർ സുരേഷ്, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ചൂടുള്ള ചർച്ചയൊക്കെ ഇഷ്ടം ചൂടിലൊരു കട്ടൻ ചായ. പക്ഷെ എന്റെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് നാളെ കട്ടൻ ചായ ഇട്ടോ പോലും എനിക്ക് സംശയം. അതാണല്ലോ ഈ നാട്ടിലെ അവസ്ഥ. നമ്മുടെ ചർച്ചയുടെ പൂർണ്ണമാവുകയാണ്. ഇതൊരു ചാനൽ ചർച്ച മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നവുമാണ്. അടുത്തത് കൊച്ചുനഗരം എന്ന പരിപാടിയുമായി രാഘവ് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗ്യാസ് തന്നിട്ട് എത്ര ദിവസമായി? അച്ഛനും മോനും ഒരു വിചാരമില്ല. അമ്മ ചായ. അച്ഛാ, അഴിമതി കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടിട്ടോ. ഇതിനെതിരുണ്ടല്ലോ നമ്മളെല്ലാം ശക്തമായിട്ട് പ്രതികരിക്കണം. അത് നമ്മളെ വിഷയമല്ല, നമ്മളെ കാര്യം നോക്കിയാ നമുക്ക് നല്ലത്. അമ്മ ഒരു ചായ ഇട്ടോ. വെറുതെ വേണ്ടാത്തൊരൊന്നും തലേ കെറ്റി വെക്കണ്ട. ഗ്യാസ് തന്നിട്ട് ഒരാഴ്ചയായി. ആദ്യം അത് കൊണ്ടുവരാൻ നോക്ക്. ആ വരുന്നവനെ കണ്ടെങ്കിൽ നിങ്ങളെന്താണ് പ്രതികരിക്കാൻ പറ്റി? കണക്കിന് കിട്ടി. ചെറുപ്രായത്തിൽ തന്നെ തന്ത വൈബ്. എന്തായാലും ചേട്ടാ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കണേ. സുരേഷ് ചേട്ടാ, 1 ലിറ്റർ വെളിച്ചെണ്ണയാണേ. വില കൂടിയിട്ടോ. ഇങ്ങനെ കൂടിയാ എന്താ ചെയ്യാ? വെളിച്ചെണ്ണയ്ക്ക് ഇമ്പളിപ്പോ എന്ത് ചെയ്യാനാ? നമ്മുടെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇതിനെതിരെ ഈ ചെക്കന് വേറെ പണിയൊന്നുമില്ലേ?
ഇങ്ങനെ നടന്നോളൂ. ഉണ്ടല്ലേ അവൻ വരുന്നുണ്ട് കേട്ടോ. ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ നമ്മളുടെ ശരിക്കും ഉണ്ടല്ലോ നമ്മളൊക്കെ മിണ്ടാതെ നിന്നിട്ടാ ഇതിനൊക്കെതിരെ നല്ലോണം പ്രതികരിക്കുക വേണ്ടേ. വികസനത്തിനെ മാത്രമല്ല എതിർക്കുന്നത്, അവർ സമാധാനത്തിനെയും എതിർക്കുന്നുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്ന് പറയാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. സത്യസന്ധമായി ഒരു അവസരം കിട്ടിയപ്പോൾ പോലും സത്യം പറയാനുള്ള ധൈര്യം കാണിക്കാത്തവരാണ് അവർ. അവർ ഈ സമൂഹത്തെ പിന്നോട്ടേക്ക് വലിക്കുവാൻ ശ്രമിക്കുന്ന ചെക്കൻ പ്രതികരിക്കാനാണ്. കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചറിയണം. ഇന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം. പക്ഷെ നാളെ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങൾക്കെതിരെ അവർ തിരിയും. അവർക്ക് നിങ്ങളൊരു സ്ഥാനം ദയവ് ചെയ്ത് നൽകരുത്. എന്റെ പ്രിയപ്പെട്ട നീ അറിഞ്ഞോ? എന്തേ? ഫേസ്ബുക്കിൽ എന്തോ എഴുതിയിട്ടിട്ട് സുനീന്റെ പണി പോയിന്ന്. ഏത് സുനി? നമ്മളെ ശാലിനീന്റെ മോന്റെ. അവരുടെ നിശബ്ദത എന്റെ ഒറ്റപ്പെടലായിരുന്നില്ല, അത് അവരുടെ ഭയമായിരുന്നു. ഒരു നാൾ ആ ഭയത്തെ അതിജീവിക്കുമ്പോൾ എന്റെ ഒറ്റപ്പെട്ട ശബ്ദം ഒരുപാട് പേരുടെ പ്രതിധ്വനിയായി മാറും.